യെസ്, ഇത് നമ്മൾ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ടൈപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു കഴിഞ്ഞു ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. On the basis of function, industry is classified into two. We have already learned, okay? Industry and commerce. Then industry is classified into three: primary industry, secondary industry and tertiary industry. നമുക്ക് ആദ്യം കൊമേഴ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. കൊമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് ആണ്. ഓക്കെ, കൊമേഴ്സ് ഇസ് ക്ലാസിഫൈഡ് ഇൻറ്റു ടു: ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. Then trade is classified into two: internal trade and external trade. That internal trade is classified into two: wholesale trade and retail trade. External trade, that is trade outside the country, is classified into import trade, export trade and entry port trade. Then auxiliaries to trade is classified into transportation, warehousing, insurance, banking and finance and advertising. Now let's come to the point, that is industry and its types. Industry and its types. Industry is classified into mainly into three, that is primary, secondary and tertiary. Primary industry is classified into extractive and genetic industries. Secondary industry is classified into manufacturing and construction industry. Okay, that manufacturing industry is again classified into analytical industry, synthetical industry, processing industry and assembling industry. ഇതാണ് ടോട്ടൽ ഒരു ഇൻഡസ്ട്രിയുടെ എസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ചോദിച്ചാൽ ഈ ഒരു പിക്ചർ ഈ സൈഡിലൊരു പിക്ചർ ഇത്രയും വരച്ചിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ബിസിനസ് ഇസ് ക്ലാസിഫൈഡ് ഇൻറ്റു ടു. We know industry and commerce. What is industry? Industry refers to that part of business which deals with production of goods and services. Products of industry, and industry may be consumer goods or capital goods or producers goods. ഓക്കെ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ് ഇൻഡസ്ട്രി. ദാറ്റ് പാർട്ട് ഡീൽസ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപ്പാദനമോ ആയി ബന്ധപ്പെട്ട ഒരു പോർഷൻ ഓഫ് ബിസിനസ്സാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് മേ ബി കൺസ്യൂമേഴ്സ് ഗുഡ്സ്, ദാറ്റ് ഈസ് ഗുഡ്സ് മെൻറ്റ് ഫോർ ഫൈനൽ കൺസംഷൻ, ഓർ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ്, ദാറ്റ് ഈസ് മെൻറ്റ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്. ആ രണ്ട് തരത്തിലുള്ള ഗുഡ്സും ആകാം. Then industry is divided into three. Industry മൂന്നായി തരംതിരിക്കാം: primary industry, secondary industry and tertiary industry. Primary industry, secondary industry and tertiary industry. എന്താണ് primary industry എന്ന് നോക്കാം. Primary industries include those activities which are connected with or concerned with extraction, production and processing of natural resources and development of living organisms and plants. Primary industries താഴെ പറയുന്ന ആക്ടിവിറ്റീസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് പ്രൈമറി ഇൻഡസ്ട്രി. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി? ദാറ്റ് ഈസ് ഓൾ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ. പ്രകൃതിയിൽ നിന്നും, പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുക. എന്തൊക്കെ വേർതിരിച്ചെടുക്കാം? ദാറ്റ് ഈസ് എക്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളെ പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നും വേർതിരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ്. ജീവജാലങ്ങളെയോ പ്ലാന്റ്സിനെയോ നമ്മൾ പുനരുൽപ്പാദിപ്പിക്കുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും, അതല്ലെങ്കിൽ പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നും പ്രകൃതി വിഭവങ്ങളെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതോ അതിൻ്റെ പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും. നമ്മളെ പ്രകൃതിയിൽ നിന്നും പ്രകൃതി വിഭവങ്ങളെ വേർതിരിച്ചെടുക്കുക അല്ലെങ്കിൽ ഖനനം ചെയ്തെടുക്കുകയോ അതിൻ്റെ ഉൽപ്പാദന പ്രക്രിയകളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങോ അതും കൂടാതെ എന്തൊക്കെയുണ്ട്? ജീവജാലങ്ങളുടെയും പ്ലാന്റ്സിൻ്റെയും റീപ്രൊഡക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം കൂടെ ചേർന്ന ആക്ടിവിറ്റിയാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. Okay, then
Primary industries include those activities which are connected with extraction, production and processing of natural resources, prakriti vibhavangal, and development of living organisms and plants. Okay, living organisms and plants, etc. Primary industries are again classified into two. നമ്മൾ പഠിച്ചു primary industries, ഇൻഡസ്ട്രിയെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നത്? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേർഷ്യറി ഇൻഡസ്ട്രി. Primary industry is again classified into two, that is extractive industry and genetic industry. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും ജനറ്റിക് ഇൻഡസ്ട്രിയും എന്ന് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രി വിച്ച് ആർ എൻഗേജ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിൽ നിന്നും പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നും പ്രകൃതി വിഭവങ്ങളെ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളെ വേർതിരിച്ചെടുക്കുകയോ ഖനനം ചെയ്തെടുക്കുകയോ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. Industry which are engaged in the extraction of raw materials from natural resources. പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നും പ്രകൃതി വിഭവങ്ങളായ റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കളെ വേർതിരിച്ചെടുക്കുകയോ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രികളെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾസ്? മൈനിങ്, ഫാമിംഗ്, ഹണ്ടിങ്, ഫിഷിംഗ്, പിന്നെയുണ്ട് കുറേ ഐറ്റംസ്. മൈനിങ്ങിൽ തന്നെ നമുക്ക് കോൾ മൈനിങ്, കൽക്കരി ഖനനം, ഗോൾഡ് മൈനിങ് അല്ലേ, സ്വർണ്ണ ഖനനം, അതുപോലെ അയൺ ക്വാറിയിങ്. എന്താണ് ക്വാറിയിങ്? പാറ ഖനനം അല്ലേ. ദെൻ അതുപോലെ ഫാമിങ്, കൃഷി, പ്രകൃതിയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ചെടുക്കുമല്ലേ അതും. ഹണ്ടിങ്, വേട്ടയാടൽ, മൃഗങ്ങളെ വേട്ടയാടൽ. ഫിഷിംഗ്, വാട്ടറിൽ നിന്നും ഫിഷിനെ പിടിക്കുന്നത്. ലംബറിങ്, അതായത് അതിന് വുഡ്, ടിമ്പറുമായിട്ട് ബന്ധപ്പെട്ട വുഡ് പ്രോസസ്സിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നത് വെള്ളമാവാം, എർത്താവാം, വാട്ടറാവാം, എയറാവാം. ഓക്കെ, അങ്ങനെ ഈ പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നും റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ അസംസ്കൃത വസ്തുക്കളെ ഖനനം ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നുകൊണ്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അവിടെ എന്തെല്ലാം വരുന്നുണ്ട്? മൈനിങ്, ഫാമിംഗ്, ഹണ്ടിങ്, ഫിഷിംഗ്, ലംബറിങ്, അങ്ങനെയൊക്കെയുള്ള ക്വാറിയിങ്. മൈനിങ്ങിൽ വരുന്നതാണ് കോൾ മൈനിങ്, ക്വാറിയിങ്, ഗോൾഡ് മൈനിങ് എല്ലാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. ജനറ്റിക് ഇൻഡസ്ട്രി. എന്താണ് ജനറ്റിക് ഇൻഡസ്ട്രി? ജനിതകപരമായ ഇൻഡസ്ട്രി. ദീസ് ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ റീപ്രൊഡക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സർട്ടൺ സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ചില പ്രത്യേക മൃഗങ്ങളെയോ പ്ലാന്റ്സിനെയോ ഒക്കെ റീപ്രൊഡക്ഷൻ, പുനരുൽപ്പാദിപ്പിക്കുകയോ വംശവർദ്ധനവ് നടത്തുകയോ അതിനെ വളർത്തിയെടുക്കുകയോ ഒക്കെ ആയിട്ടുള്ള ഇൻഡസ്ട്രികളെയാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെ ചില പ്രത്യേക ആനിമൽസിനെയോ പ്ലാന്റ്സിനെയോ അവരുടെ വംശവർദ്ധനവ് നടത്തുകയോ അവരെ പുനരുൽപ്പാദിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡസ്ട്രികളെയും എന്ത് വിളിക്കും? ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കും. എക്സാമ്പിൾ നമുക്ക് പറയാം. അവിടെയുണ്ട് പ്ലാന്റ് നഴ്സറീസ്. നമുക്കറിയാം പ്ലാന്റ് നഴ്സറികളിൽ കുറച്ച് ചെടികളുണ്ടാവും. അതിൽ നിന്നും പുതിയ സങ്കര ഇനത്തിൽപ്പെട്ട ചെടികളുണ്ടാക്കാം അല്ലേ. പല വെറൈറ്റി ഓഫ് ബ്രീഡ്സ് ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതാണ് പ്ലാന്റ് നഴ്സറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാറ്റിൽ ബ്രീഡിങ് എന്താണ്? കാറ്റിൽ ബ്രീഡിങ് കന്നുകാലി വളർത്തൽ. പൗൾട്രി ഫാമിംഗ് കോഴി വളർത്തൽ. അതുപോലെ ആനിമൽ ഹസ്ബൻഡറി, ഡയറി ഫാമിംഗ് ക്ഷീര വ്യവസായം. ഇതെല്ലാം ഏതിൽപ്പെട്ടതാണ്? ജനറ്റിക് ഇൻഡസ്ട്രിയിൽ പെട്ടതാണ്. അപ്പോൾ ജനറ്റിക് ഇൻഡസ്ട്രി എന്താണ്? ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ റീപ്രൊഡക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സർട്ടൺ സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. മൃഗങ്ങളെയോ ചെടികളെയോ പുനരുൽപാദനവും വംശവർദ്ധനവും ഒക്കെ ആയി ബന്ധപ്പെട്ട ഇൻഡസ്ട്രികളെയാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളും പറഞ്ഞു കഴിഞ്ഞു. അപ്പം പ്രൈമറി ഇൻഡസ്ട്രി രണ്ടായി തിരിച്ചു നമ്മൾ. പ്രൈമറി ഇൻഡസ്ട്രി എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും ജനറ്റിക് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആണ്. സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണ്? സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആർ ദോസ് ഇൻഡസ്ട്രീസ് വിച്ച് use the products of primary industries.
Secondary industries are those which use the products of primary industries and produce consumers goods or capital goods. സെക്കൻഡറി ഇൻഡസ്ട്രീസ് പ്രൈമറി ഇൻഡസ്ട്രീസിൽ നിന്നും നമ്മൾ വേർതിരിച്ചെടുത്ത റോ മെറ്റീരിയൽസ് കൊണ്ട് കൺസ്യൂമേഴ്സ് ഗുഡ്സോ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രികളെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ഇൻഡസ്ട്രീസ് ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ ഖനനം ചെയ്തെടുത്ത അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് കൺസ്യൂമേഴ്സ് ഗുഡ്സോ ക്യാപിറ്റൽ ഗുഡ്സോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രികളെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. സെക്കൻഡറി ഇൻഡസ്ട്രിയെ നമുക്ക് രണ്ടായി തിരിക്കാം: മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. Industries which engage in the conversion of raw materials into finished goods are called manufacturing industry. നമ്മുടെ എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽസിനെ അസംസ്കൃത വസ്തുക്കളെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, രൂപമാറ്റം സംഭവിപ്പിക്കുന്ന ഇൻഡസ്ട്രികളെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നു. ഉൽപ്പാദന ഇൻഡസ്ട്രി എന്താണ്, അസംസ്കൃത വസ്തുക്കളെ ഫിനിഷ്ഡ് പ്രോഡക്ട്സായി കൺവേർഷൻ നടത്തുന്ന ഇൻഡസ്ട്രികളെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഉൽപ്പാദനമാണ് അവിടെ നടക്കുന്നത് അല്ലേ. എക്സാമ്പിൾ, കൺവേർഷൻ ഓഫ് കോട്ടൺ ഇൻ ടു ടെക്സ്റ്റൈൽസ്. നമ്മുടെ പരുത്തി അതിനെ തുണിത്തരങ്ങളായി കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റബ്ബറിനെ ടയറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടിമ്പർ തടിയോ ഫേർണിച്ചറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും എല്ലാം എന്താണ്, നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അങ്ങനെ നാലായിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4: അനലറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രീസ് which analyzes and separates different elements from the same material ആണ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് അറിയപ്പെടുന്നത്. ഉൽപ്പാദനം തന്നെയാണ്. അവിടെ എന്താണ് ചെയ്യുന്നത് അറിയാമോ? സെയിം മെറ്റീരിയൽ, ഒരു പ്രത്യേക മെറ്റീരിയലിൽ നിന്നും ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്നു. അതിനെയാണ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത്തരം ഈ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് പഠിക്കുമ്പോൾ അതിനകത്തൊരു കോർ വേർഡ് കാണും, കീ വേർഡ്. അത് നമ്മൾ ഓർത്തോണം. ഇവിടെ അനലൈസസ് ആൻഡ് സെപ്പറേറ്റ്സ് ആണ്. ഓക്കെ, ആ 2 വേർഡ് അവിടെ ഓർത്ത് വെക്കണം. അപ്പോൾ അനലറ്റിക്കൽ ഇൻഡസ്ട്രി നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അനലൈസസ് ആൻഡ് സെപ്പറേറ്റ്സ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഫ്രം സെയിം മെറ്റീരിയൽസ്. ഒരു പ്രത്യേക വസ്തുവിൽ നിന്നും പല ഡിഫറെൻറ്റ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആ ഇൻഡസ്ട്രിയാണ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഓയിൽ റിഫൈനറി, ദാറ്റ് ഈസ് പെട്രോളിയം പ്രോഡക്ട്സ്. എക്സാമ്പിൾ, നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സിൽ ക്രൂഡ് ഓയിൽ കൊണ്ട്, നമ്മൾ ക്രൂഡ് ഓയിലാണ് അവിടെ അസംസ്കൃത വസ്തു. ആ ക്രൂഡ് ഓയിൽ എന്ന ഒരു മെറ്റീരിയലിൽ നിന്നും നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും? ദാറ്റ് ഈസ് നമ്മുടെ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് കെറസിൻ, മണ്ണെണ്ണ, പെട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഡീസൽ ഉണ്ടാക്കുന്ന, അങ്ങനെ ഒരേ മെറ്റീരിയലിൽ നിന്നും പല സാധനങ്ങൾ, യൂസ്ഫുൾ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം. ദീസ് ഇൻഡസ്ട്രീസ് കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ്. ഈ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു പല ഇൻഗ്രീഡിയൻസ്, പല ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പല ഫാക്ടേഴ്സിന് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട്, കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് അറിയപ്പെടുന്നത്. അതേത് വരും? എക്സാമ്പിൾ, സിമെൻ്റ് ആണ്. പല കെമിക്കൽസ് എല്ലാം കൂടി കൂട്ടിച്ചേർന്നിട്ടാണ് നമുക്ക് സിമെൻ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതാണ്. ദാറ്റ് ഈസ് അനലറ്റിക്കൽ പറഞ്ഞു, സിന്തറ്റിക്കൽ പറഞ്ഞു. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. Next is processing industry. These industries involves successive stages for manufacturing finished products. ഈ ഇൻഡസ്ട്രീസിൽ there will be many stages. Step by step process will be there for manufacturing a particular product. That is sugar industry അല്ലെങ്കിൽ പേപ്പർ ഇൻഡസ്ട്രി. അവിടെയൊക്കെ പല പ്രോസസ്സ്. നമ്മൾ ഷുഗറിനാണെങ്കിൽ ഷുഗർ കെയിന് അരച്ച് പൾപ്പെടുത്ത് അത് പല കെമിക്കൽസിൽ കൂടെ കടത്തി വിട്ട് അങ്ങനെയൊക്കെയാണ് ഷുഗർ ഉണ്ടാക്കുന്നത്. അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, സക്സസീവ് സ്റ്റേജസ്,
പല പല സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉള്ളതിനെയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇസ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഇൻ ദീസ് ഇൻഡസ്ട്രീസ് അസംബിൾസ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് പാർട്സ് ടു മേക്ക് എ ന്യൂ പ്രോഡക്റ്റ്. പല കമ്പോണൻസ്, ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കാൻ വേണ്ടി പല പല സാധനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്നതിനെയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ടെലിവിഷനായി അങ്ങ് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയല്ല. കാർ അതുപോലെ തന്നെയാണ്, നിങ്ങൾക്കറിയാം. ഇതെല്ലാം പല ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ടാക്കിയതിന് ശേഷം, സൈക്കിളാകട്ടെ കാറാകട്ടെ, അതിൻ്റെ ടയർ വേറെയാണ്, അതിൻ്റെ പല പല പാർട്സ്, എൻജിൻ, അങ്ങനെ പല പല പാർട്സ് ഉണ്ടാക്കിയതിന് ശേഷം ആ കമ്പോണൻറ്റ് പാർട്സിനെ സംയോജിപ്പിച്ചൊരു സമ്പൂർണ്ണമായ പ്രോഡക്റ്റ് ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഇൻഡസ്ട്രികളെയാണ് നമുക്ക് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. പ്രൈമറി ഇൻഡസ്ട്രിയിൽ എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും ഉണ്ട്. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിങ്ങിൻ്റെ പല ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? അനലറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിംഗ് ആൻഡ് അസംബ്ലി. ഇനി നെക്സ്റ്റ് സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ തന്നെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ആർ എൻഗേജ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, റോഡ്സ്, ഡാംസ്, ബ്രിഡ്ജസ് എക്സെട്ര. ഇതുമായിട്ട് ഇത്തരം കൺസ്ട്രക്ഷനുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രികളെ, വ്യവസായങ്ങളെയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. പ്രൈമറി കഴിഞ്ഞു, സെക്കൻഡറി കഴിഞ്ഞു. നെക്സ്റ്റ് ടേർഷ്യറി. Tertiary industries are concerned with providing support services to primary and secondary industries as well as activities related to trade. ഇത്തരം ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും ട്രേഡിനും സപ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രികളെയാണ് ടേർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് സർവീസ് സെക്ടർ ഓഫ് ആൻ ഇക്കോണമി എന്ന് വിളിക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സർവീസ് സെക്ടറാണ് ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് നമുക്ക് വിളിക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സൗകര്യങ്ങൾ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിങ്, ഇതെല്ലാമാണ് ടേർഷ്യറി ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾസ്. മനസ്സിലായോ? നമുക്കൊന്ന് ഫൈനലായിട്ടൊന്ന് നോക്കി പോകാം. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേർഷ്യറി ഉണ്ട്, അല്ലേ? അങ്ങനെ 3 ക്ലാസിഫിക്കേഷനുണ്ട്. ദെൻ പ്രൈമറിക്ക് എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും ഉണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ താഴെയാണ്. എക്സ്ട്രാക്റ്റീവിൽ മൈനിങ് വരും, ഫാമിംഗ് വരും, ക്വാറിയിങ് വരും, ഓക്കെ, ഫിഷിംഗ് വരും, ഹണ്ടിങ് വരും, ലംബറിങ് വരും. ദെൻ ജനറ്റിക്കിൽ നഴ്സറി, പ്ലാന്റ് നഴ്സറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറി ഫാമിംഗ്, പോൾട്രി ഫാമിംഗ്, ഫിഷ് ഹാച്ചറി. മാനുഫാക്ചറിങ്ങിൽ അയൺ ആൻഡ് സ്റ്റീൽ, എൻജിനീയറിംഗ്, സിമെൻറ്റ്, ടെക്സ്റ്റൈൽസ്, ഷുഗർ, അതൊക്കെയുണ്ട്. പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നമ്മൾ എക്സാമ്പിൾസ് ആണ് ഈ ക്ലാസിഫിക്കേഷനിൽ കാണിച്ചിരിക്കുന്നത് താഴോട്ട്. ഓക്കെ, ഫസ്റ്റ് കാണിച്ച ആ ടൈപ്സ് നിങ്ങൾ പിക്ചർ നോട്ട് ചെയ്തിട്ട് ഇത് ജസ്റ്റ് എക്സാമ്പിൾസിന് വേണ്ടി നോക്കിയാൽ മതി. ദെൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലെ ബിൽഡിങ്സ്, ഡാംസ്, ബ്രിഡ്ജസ്, റോഡ്സ്, കനാൽസ്. ടേർഷ്യറി ഇൻഡസ്ട്രി ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസിങ്, വെയർ ഹൗസിങ്. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്, ഈ ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ബിസിനസ് ഈസ് ക്ലാസിഫൈഡ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. ഇൻഡസ്ട്രീസ് ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. ദെൻ പ്രൈമറിയിൽ എക്സ്ട്രാക്റ്റീവ് ആൻഡ് ജനറ്റിക്, സെക്കൻഡറിയിൽ മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ, ദെൻ മാനുഫാക്ചറിങ്ങിൽ അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിങ് ആൻഡ് അസംബ്ലിങ്. ഓക്കെ, ടേർഷ്യറിയിൽ നമുക്കറിയാം ബാങ്കിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെയുള്ളതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇതൊരു എസ്സേ ആണ്, നന്നായി പഠിക്കൂ.